പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് തെറ്റി എന്ന് കരുതിയിട്ട് ഒളിച്ചോടാണെന്ന് പോകുന്നില്ല. മുന്നിൽ വരും, അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയും, ഒരു സംശയവും വേണ്ട. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാജയത്തിന് ശേഷം പതുങ്ങിയൊന്നും ഇരിക്കുന്നു എന്നുള്ള ആരോപണമൊന്നും ആർക്കും വേണ്ട. കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ, അതിന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചു കാണും. ആ ക്യാപ്ഷൻ വെച്ചിട്ട് തന്നെയാണ് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തോറ്റു എന്നൊരു വാക്കെടുത്ത് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം തകർത്ത് കളയാമെന്നോ, ചിലർക്ക് പരവതാനി വിരിച്ചു കൊടുത്ത് ഭരണവിരുദ്ധ വികാരം എന്നൊരു പേരും പ്രതീതി സൃഷ്ടിച്ച് ചിലരെ അധികാര കസേരയിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നവർക്ക് വേണ്ടി കൂടിയാണ് ചില മറുപടികൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുകയാണ്. സലിം ഭീമാപ്പള്ളി ഹായ്, രതീഷ് മാത്തൂസ് ഹായ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഓഡിയോ ക്ലിയർ ആണോ? കൃത്യമായിട്ട് എങ്കിൽ നമുക്ക് ആരംഭിക്കാമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കും. തല കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമില്ല. തല ഉയർത്തി നിന്ന് തന്നെ ആ വിജയത്തോട് കൃത്യമായിട്ട് മറുപടി പറയും. ആ തോൽവി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഒന്ന് ഈ പ്രതികരണത്തിൽ ഓഡിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്ന് പ്രതികരിച്ച് ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു. സന്തോഷ് ഗോപി ഹായ്, ഹനിൽ മാത്യു, പ്രിയേഷ്. അപ്പൊ കേൾക്കാമെന്ന് കരുതുന്നുണ്ട്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം പറയാനുള്ള കാര്യം, ആ തോൽവിയെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സ്വരാജ് പറഞ്ഞു വെച്ച ആ വാചകം രാഷ്ട്രീയ അന്തസ്സോടുകൂടി തന്നെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അത് ജയിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ഒരു പോരാട്ടത്തിൽ വിജയിച്ചു. അതിന് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അത് തന്നെയാണ് തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നീട് പറയാനുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോ അയ്യേ തോറ്റേ എന്ന് പരിഹസിക്കാൻ വേണ്ടി ചിലർ തക്കം പാർത്തിരിക്കുകയാണല്ലോ. കിട്ടിയ അവസരത്തിൽ ഇവരെ എങ്ങനെയൊക്കെ നമുക്ക് പരിഹസിച്ചും ആക്ഷേപിച്ചൊക്കെ മെന്റലി ഡെസ്പാക്കാം, അല്ലെങ്കിൽ ഇവരുടെ ആവേശമില്ലാതാക്കാം എന്നൊക്കെ കരുതുന്നവരുടെ മുന്നിലേക്കാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതെ, നിലമ്പൂരിൽ തോറ്റു. വെറുതെ അല്ല, 65,061 വോട്ട് നേടി തോറ്റു. കൃത്യമായിട്ട് 65,000 60,000 ആണ്. 65,061 വോട്ട് നേടി തോറ്റു. 76,493 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത്. ഒപ്പം ഈ മുന്നണിയിൽ നിന്ന് കാലുവാരിയിട്ട് പോയ മഹാൻ 19,946 വോട്ട് നേടി. ആ 19,946 വോട്ടെന്ന് പറഞ്ഞാൽ അത് ഇവിടത്തെ വോട്ട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതി ഭാഗമെങ്കിലും ഇടതുപക്ഷത്തിന്റെ വോട്ടാണ്. ആ വോട്ട് പോയതിലൊന്നും നിരാശപ്പെടുന്നില്ല. കാര്യം രാഷ്ട്രീയമാണ്. അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ഈ നാട്ടിൽ ഒരു പൊതുജനം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് അതിനെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു കാര്യം പറയാണ്. ഇടതുപക്ഷം നിലമ്പൂർ എന്ന സ്ഥലം കഴിഞ്ഞ 4 പതിറ്റാണ്ടിലായിട്ട് ആ മണ്ഡലത്തിൽ വിജയിച്ചിട്ടില്ലായിരുന്നു. ആ വിജയിക്കാതിരുന്ന മണ്ഡലം എന്തുകൊണ്ടായിരിക്കും ഒരു മണ്ഡലത്തിൽ 4 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയാതിരുന്നിട്ടുള്ളത്? 1963 രൂപീകൃതമായ മണ്ഡലം. ആ മണ്ഡലം കുഞ്ഞാലി വിജയിച്ചതിന് ശേഷം ആ MLA ഇല്ലാതാക്കിയവർ അവിടെ രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിച്ചു. പിന്നീട് പല സന്ദർഭത്തിൽ 1-2 തവണ അവിടെ ഇടതുപക്ഷം വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതും സ്വതന്ത്രം, അല്ലാതെ ചിഹ്നത്തിൽ വിജയിച്ചിട്ടുള്ളവർ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ചിഹ്നത്തിൽ മത്സരിച്ച സന്ദർഭത്തിൽ അവിടെ 2006 പി ശ്രീരാമകൃഷ്ണൻ നേടിയ 65,000 വോട്ട്, ആ വോട്ട് അന്തസ്സായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരമെന്ന് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ നാട്ടിൽ 65,061 പേർക്കില്ലാത്ത ഭരണവിരുദ്ധ വികാരം കേവലം 10,000 പേർക്കോ 20,000 പേർക്കോ കൂടുതൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ വലിയ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അതിനെ അങ്ങ് ഉൾക്കൊള്ളുകയാണെന്ന്. കോൺഗ്രസും ലീഗും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഇന്നലകളിൽ ഈ പാളയത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ലീഗിന്നും കോൺഗ്രസിനും ഒപ്പം ഇടതുപക്ഷത്തിൽ നിന്നും സമാഹരിക്കാൻ കഴിഞ്ഞ 19,000 വോട്ടും കൂടി ചേർത്ത് വയ്ക്കുന്നവരാണ് കേരളം. അത് മാത്രം കേരളമായിട്ട് കണ്ടിട്ട് അത് ഭരണവിരുദ്ധ വികാരമായിട്ട് കണക്കാക്കണമെന്നൊക്കെ ചില പ്രത്യേക തരത്തിലുള്ള ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുതിയ
സ്ക്രിപ്റ്റുകൾ അങ്ങ് സൃഷ്ടിച്ചു വിടുകയാണെങ്കിൽ അവരോടൊക്കെ പറയാനുള്ള കാര്യം 60,061 പേരും കേരളീയരാണെന്ന്. ആ മനുഷ്യർ 10,000 പേർ കൂടുതൽ, അല്ലെങ്കിൽ 19,000 10,000 29,000 പേർ എതിർപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ 65,000, അതായത് 40 വർഷമായി വിജയിക്കാത്ത മണ്ഡലത്തിൽ 65,000 പേർ ഒപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അതങ്ങ് ഉൾക്കൊള്ളുകയാണ്. നിങ്ങൾ അത് പറഞ്ഞങ്ങ് സന്തോഷിച്ചോളൂ. മലപ്പുറം പോലൊരു പ്രദേശം, വയനാട് ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ, UP-യിൽ തോറ്റ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് വയനാട് മത്സരിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ? എന്തുകൊണ്ടാണ് അവിടെ നിലമ്പൂർ കൂടി ഉൾപ്പെടുന്ന ആ മണ്ഡലത്തിൽ അവർ സേഫായിട്ട് ഒരിക്കലും തോക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ രാഹുൽ ഗാന്ധിയെയും സഹോദരിയെ എല്ലാം കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിക്കാനുള്ള കാര്യം? ആ മണ്ഡലത്തിൽ നിലമ്പൂർ ഉൾപ്പെടുന്ന പ്രദേശം എപ്പോഴൊക്കെ ഈ നാട്ടിൽ കോൺഗ്രസിന് തിരിച്ചടിയേറ്റിട്ടുണ്ടോ ആ സന്ദർഭത്തിലെല്ലാം സഹായിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ ഒരാൾ കൂടെ നിന്ന് കാലുവാരുമ്പോൾ അവിടെ പേടിച്ചൊന്നും പോയിട്ടില്ല, നല്ല അന്തസ്സായിട്ട് ഇറങ്ങി നിന്ന് മത്സരിച്ചു, അവിടെ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതുകൊണ്ട് കേരളത്തിൽ ആകമാനം അങ്ങ് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്ന് ചിലർ പറഞ്ഞുണ്ടാക്കുമ്പോൾ, ചില മാപ്രകൾ ആവേശപൂർവ്വം അത് ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം പറയാലോ. ഇന്നലകളിൽ ആ മണ്ഡലത്തിൽ വിജയിച്ചിരുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റായിരുന്ന ഇടതുപക്ഷമാണ്. ആ വ്യക്തി ഇപ്പോ സ്വതന്ത്രനായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വോട്ടും കൂടി 65,000-നോടൊപ്പം ഒന്ന് ചേർത്ത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇന്നലകളിൽ അവിടെ ഇടതുപക്ഷം വിജയിക്കാനുണ്ടായിരുന്ന കാരണമെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടും. പക്ഷെ ഒരു കാര്യം കൂടി അതിനോടൊപ്പം തന്നെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാജയത്തെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കേണ്ടതില്ല. പരാജയങ്ങൾ ഒരു വേക്കപ്പ് കോൾ കൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഒരു മണ്ഡലം, ഏത് മണ്ഡലം, മലപ്പുറം പോലൊരു ജില്ലയ്ക്കകത്ത് ഇടതുപക്ഷത്തിന് സ്വാധീനം കുറഞ്ഞൊരു മണ്ഡലം, അവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, ആ മണ്ഡലത്തിൽ പല പഞ്ചായത്തുകളിലും സ്വാധീനമുള്ള ഇടത്ത് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ആ തിരിച്ചടി നേരിട്ടതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, അവിടെ ഇടതുപക്ഷം തകർന്നെങ്കിൽ ഈ 65,000 വോട്ടെങ്കിലും ഇടതുപക്ഷത്തിന് കിട്ടുമായിരുന്നു. അവിടെ ഇന്നലകളിൽ കിട്ടിയിരുന്ന അതേ വോട്ട് അവിടെ ബേസ് ആയിട്ടുണ്ടെങ്കിൽ, ആ ബേസിനെ നിങ്ങൾക്ക് തകർത്തെറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ അവർ ആഗ്രഹിച്ചിരുന്നു, അവർ പണിയെടുത്തിരുന്നു, അവർ വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്തി. പരാജയപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. അത് ഒരു വ്യക്തിയോടും സംഘടനയോടുമുള്ള സ്നേഹം തന്നെയാണ്. അത് ഒരു ഇഞ്ച് പോറലേൽക്കാതെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഫ്ലോട്ടിംഗ് വോട്ടും, പ്രത്യേക രാഷ്ട്രീയ താല്പര്യമില്ലാതെ വ്യക്തിയെ നോക്കി, ഒപ്പം ചില പ്രത്യേക താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിലരോടുള്ള വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറിപ്പോകുന്ന വോട്ടുകൾ, ആ വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട്. ആ വോട്ടുകൾ മാറിപ്പോയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാജയം രുചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇടതുപക്ഷം നാമാവിശേഷമായെന്നല്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു വോട്ടുകൾ പോലും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ സ്വരാജിന് 30,000 വോട്ടേ കിട്ടിയുള്ളൂ, 10,000 വോട്ടേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ 25,000 വോട്ടേ കിട്ടിയുള്ളൂ, 50,000-ന് താഴെ കിട്ടിയുള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് പരിഹസിക്കാമായിരുന്നു. പക്ഷേ പരിഹസിക്കാൻ തക്ക ഒന്നും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ PV അൻവർ അവിടെ വിജയിച്ചു കയറുമ്പോൾ 82,000 വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു. ആ 82,000 വോട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ അത് ആണ് പൊതു സ്വതന്ത്രൻ എന്നൊരു തീരുമാനത്തിലേക്ക് ആ മണ്ഡലത്തിലേക്ക് ഇടതുപക്ഷത്തെ എത്തിച്ചത്. ആ പൊതു സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് ഇന്നലകളിൽ ലീഗിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിന്ന, കരുണാകരനോടൊപ്പം നിന്ന, ഡിക്കായി പ്രവർത്തിച്ച PV അൻവറിനെ അവിടെ ചിഹ്നത്തിലല്ല സ്വതന്ത്രനാക്കി നിർത്തി തന്നെയാണ് ആ മണ്ഡലം പിടിച്ചെടുത്തിരുന്നത്. അത് തിരിച്ചു നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? സ്വന്തം പാർട്ടിയിലെ ഒരു പ്രമുഖനെ അവിടെ മത്സരിപ്പിച്ച് വളരെ ശക്തമായ പോരാട്ടം കൊടുത്ത് മത്സരത്തിൽ നിന്ന് ഒളിച്ചോടാതെ വീറുറ്റ പോരാട്ടം കൊടുത്തതിന് ശേഷം ആ മണ്ഡലത്തിൽ ഇടതുപക്ഷം എന്താണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ വാചാടോപം കൊണ്ടോ ചില കണക്കുകൾ കൊണ്ടോ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ നിങ്ങൾക്ക് അതിനെ താറടിച്ചിട്ട് ഈ സംവിധാനം ഇല്ലാതായി 2026-ൽ ഞങ്ങൾ ഇത് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് മോഹം കാണാനോ സ്വപ്നം കാണാൻ, നിങ്ങൾക്ക് മോഹിക്കാനോ സ്വപ്നം കാണാനോ എല്ലാ അവകാശമുണ്ട്. അതിനെ ഒന്നും നിരാകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ചാനലുകൾ പറയുന്ന ഒരു പൊട്ടത്തരം കൂടിയുണ്ട്. എന്താണെന്നറിയോ? സെമി ഫൈനൽ പോരാട്ടം വിജയിച്ചത്രേ. ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ആ ഒരു സെന്റൻസിന്റെ പൊട്ടത്തരം കൂടി ആലോചിച്ച് നോക്കൂ. സെമി ഫൈനലിൽ തോറ്റ ഒരു ടീം ഫൈനലിലേക്ക് എത്തും? ഇല്ലല്ലോ. സെമി ഫൈനലിൽ തോറ്റു കഴിഞ്ഞാൽ ജയിക്കുന്ന ടീം ഫൈനലിലെത്തും, തോക്കുന്ന ടീം പുറത്തേക്ക് പോകും. ഫൈനലിൽ മറ്റൊരു പോരാട്ടമാണ്. പക്ഷെ ഇവിടെ സെമി ഫൈനൽ തോറ്റു എന്ന് നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയോട് തന്നെ പിന്നെ ഫൈനൽ പോരാട്ടത്തിന് എങ്ങനെയാണ് നിങ്ങൾക്ക് വരാൻ കഴിയുന്നത്?
ഒരു സാമാന്യ ഗെയിം ലോജിക്ക് പോലും ഇല്ലാത്തവർ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആവേശഭരിതരായിട്ടിരിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലം, ആ മണ്ഡലത്തിലല്ല കേരളത്തിന്റെ പൊതു മനസ്സിരിക്കുന്നത്. നിങ്ങൾക്ക് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, CPM-ന്റെ ഉറച്ച കോട്ടയായിരുന്നു ചേലക്കര എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിൽ നിങ്ങൾക്ക് എന്താണ് വിജയിക്കാൻ കഴിയാതെ പോയത്? ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ഇതുപോലെ വലിയ പ്രചരണം നടത്തിയല്ലോ. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് എന്നൊരു പൊതു പ്രചരണം കൊണ്ടുവരണമെന്നുള്ളത് ചിലരുടെ ആവശ്യമാണ്. അതെ, എങ്ങനെയാണ് അത് സിറ്റിംഗ് സീറ്റായി എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു സീറ്റ് നിങ്ങൾ പിടിച്ചെടുത്തിട്ട് ഇതൊക്കെ കാണിച്ചാലും പറഞ്ഞാലൊക്കെ കൊള്ളാം. പിന്നെ നഷ്ടപ്പെട്ടതൊക്കെ നിലമ്പൂരിൽ നിന്ന് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. കാര്യം സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കാൻ ഒരു ഊന്നുവടി വേണം. കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള PK ഫിറോസ് പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, ലീഗിന്റെ സ്ഥാനാർത്ഥിയാണത്രേ. അത് UDF-ന്റെ സ്ഥാനാർത്ഥി എന്നല്ല പറഞ്ഞത്, ലീഗിന്റെ സ്ഥാനാർത്ഥി. അപ്പോ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ജില്ല കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള പ്രചരണമൊക്കെ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ചിലരുടെയൊക്കെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കൺസോളിഡേറ്റ് ചെയ്തതിന്റെ ഫലമാണെന്ന് ഈ നാട്ടിൽ ചിലർ വിമർശനം ഉന്നയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തിനാണ് ലീഗിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്, ലീഗിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്ന് പറയേണ്ട കാര്യം? മലപ്പുറം എന്ന് പറഞ്ഞാൽ മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു മതത്തിന്റെ പേര് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല. ലീഗിന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണെന്നുള്ള നിലയ്ക്ക് വീട് വീടാന്തരം കയറി ഇറങ്ങി നിങ്ങൾ നടത്തിയ പ്രചരണം എങ്ങനെയാണ്? മലയോര മേഖലകളിൽ ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ ചാണ്ടി ഉമ്മനെ കയറ്റി അയച്ച കാര്യത്തെ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നമല്ല. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കുഞ്ഞാപ്പയും ടീമും പോയി പ്രചരണം നടത്തിയത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. ഹിന്ദു മേഖലയിൽ സതീശനും സംഘവും പോയി നടത്തിയ പ്രചരണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മേഖലയിൽ വി ജോയും കൂടിയുണ്ട്, അങ്ങനെ നടത്തിയ പ്രചരണങ്ങൾ നിങ്ങൾക്ക് വർഗീയമായിട്ടുള്ള വേർതിരിവല്ല. തൃക്കാക്കരയിൽ ഇത്തരം പ്രവർത്തനം നടത്തുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞവർ എന്താണ് ഇപ്പോ നിലമ്പൂർ കേന്ദ്രീകരിച്ച് നടത്തിയത്? അപ്പോ നമ്മൾ ചെയ്താൽ എല്ലാം സൂപ്പർ, അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല, പുറത്തു പറയില്ല, എല്ലാം നിങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ അങ്ങ് ചെയ്യും. നമുക്ക് ഈ നാട്ടിൽ മതേതരത്വം എന്ന് മാധ്യമ കോളുകൾക്ക് മുന്നിൽ പറഞ്ഞാൽ മതി. ഫീൽഡിലിറങ്ങി പച്ച വർഗീയത നാട് നിങ്ങളെ പറയുക, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് പിടിക്കുക. SDPയുടെ വോട്ട് 5000-ൽ പരം വോട്ടുണ്ടായിരുന്നത് ഇപ്പോ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ട് പോയി? ഇന്നലെ രാത്രി BJP നേതാവ് പറയുകയാണ്, BJPയുടെ വോട്ടുകൾ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8000 വോട്ട് നേടി, പുതിയ വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടു. എവിടെ പോയി ആ വോട്ടുകൾ? അതൊന്നും അഡീഷണൽ ആയി കിട്ടിയിട്ടില്ലല്ലോ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങാത്തൊക്കെ ഇല്ലാന്നൊക്കെ നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ പറഞ്ഞതിന് ശേഷം ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അത് സ്വരാജ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചോദിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം എന്താണ്? ലോഡ് ഷെഡിംഗ് ഇല്ലാതാക്കി കൊടുത്തു, അത് തിരിച്ചു കൊണ്ടുവരണോ? അപ്പൊ ഭരണവിരുദ്ധ വികാരം മാറുമോ? ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൃത്യമായിട്ട് കൊടുക്കുകയാണ്, അത് കൊടുക്കാതിരിക്കട്ടെ, അപ്പോ ഭരണവിരുദ്ധ വികാരം മാറുമോ? റേഷൻ കടകളിൽ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുന്നു, അത് കൊടുക്കാതിരിക്കണോ? ഭരണവിരുദ്ധ വികാരം മാറുമായിരിക്കും. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ ഇതെല്ലാം കെട്ടിയത് പൊളിച്ചു കളഞ്ഞിട്ട് പഴയ സംവിധാനത്തിലാക്കാം, അപ്പോ ഭരണവിരുദ്ധ വികാരം മാറുമോ? അങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൽക്കാലം അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തോറ്റത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വെറുതെ അങ്ങ് തോറ്റതല്ല, 65,000 വോട്ട് നേടി തന്നെയാണ് തോറ്റത്. അത് കൃത്യമായിട്ട് ആ മണ്ഡലത്തിൽ 40 വർഷത്തോളം ഇടതുപക്ഷത്തിന് സ്വന്തം കൊടിയിൽ മത്സരിക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ പോരാടി തന്നെയാണ് നേടിയത്. ആ പോരാടി 65,000 വോട്ടിൽ നിന്ന് നിങ്ങൾക്ക് 40,000 വോട്ടിലേക്ക് ചുരുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇടതുപക്ഷ സംവിധാനം ഈ നാട്ടിൽ നിങ്ങൾക്ക് നിശ്ചലമാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞു, അതിന്റെ അടിത്തറ ഇളക്കാൻ കഴിഞ്ഞു എന്നെങ്കിലും പറയാം. അതിനപ്പുറത്തേക്ക് സ്വരാജ് എന്ന ആ ജനകീയനായിട്ടുള്ള വ്യക്തി ഇടതുപക്ഷത്തിന് ആ മണ്ഡലത്തിൽ നേടാൻ പറ്റുന്നതിന്റെ പരമാവധി ആ നാട്ടിലെ എല്ലാ മൂർഖം പാമ്പുകളോടും പോരാടി നേടിയതാണ്. അവിടെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ, അനാവശ്യമായിട്ട് യാതൊരു പ്രചരണവും നടത്താതെ, ജെന്റിൽമാൻ സ്റ്റൈലിൽ തന്നെ പ്രചരണം നടത്തി, മോശമായിട്ടുള്ള ഒരു പ്രതികരണവും നടത്തിയില്ല. ആ നിലയ്ക്ക് ആ മണ്ഡലത്തിൽ നേടിയ വോട്ട് മാത്രം മതി ഇടതുപക്ഷത്തിന് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചിന്തിച്ച് സമാധാനിക്കാം. നിലമ്പൂരിൽ സ്വരാജ് ഈ ഇടതുപക്ഷത്തിന് വേണ്ടി കാട്ടിയ ആ പോരാട്ടത്തിൽ കേവലം 2000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് കരുതിയിരുന്നത്. കാര്യം
4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ ചില തേരോട്ടങ്ങളാണ്. ആ തേരോട്ടങ്ങളോട് ഒറ്റയ്ക്ക് പോരാടുമ്പോൾ പലതിനെയും നേരിടേണ്ടിയിരുന്നു. ഏറ്റവും ഒടുവിൽ PV അൻവർ വന്ന് പറഞ്ഞ കാര്യം ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് പിടിച്ചു മാറ്റിയെന്ന് സമ്മതിച്ചിരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു വർഗീയവാദികളോട് സമരസപ്പെടാതെ, ഒരു രാഷ്ട്രീയ നെറികേടുകളോടും കൂട്ടുകൂടാതെ ഈ രീതിയിലുള്ള വോട്ട് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് വിജയത്തിന് സമാനമായിട്ടുള്ള നേട്ടം തന്നെയാണ്. അതായത് ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാം. ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാതെ, അല്ലെങ്കിൽ മലയോര മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും അവിടെ ബേസ്മെന്റ് വോട്ടായിട്ടുണ്ടായിരുന്ന 65,000 വോട്ടും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരംശം പോലും ഈ പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്നലകളിൽ ഈ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് മാറി നിന്ന വ്യക്തി 19,000 വോട്ട് പിടിക്കുമ്പോഴും ഇതിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് സ്വരാജിന് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് 40 വർഷമായി ജയിക്കാൻ കഴിയാത്തിടത്ത് അതിന്റെ അടിത്തറ ഇളകിയിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ്. നിലമ്പൂർ കണ്ടിട്ട് ഇനി അധികാര കസേര കണ്ട് പണിക്കാമെന്ന് കരുതുകയാണെങ്കിൽ ലീഗിന് മലപ്പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കേരളത്തിൽ ആകമാനം ലീഗിന്റെ ഊന്നുവടിയിൽ പിടിച്ചെണീറ്റ് നിൽക്കാമെന്ന് കരുതിക്കൊണ്ടോ സ്വപ്നം കണ്ടുകൊണ്ടോ ഈ കാണിക്കുന്ന കോലാഹലങ്ങൾ കാട്ടിയാൽ കുറച്ചു കഴിഞ്ഞാൽ ലീഗിന്റെ 14 സീറ്റോ അല്ലെങ്കിൽ 18 സീറ്റോ അവർ നേടിയതിനു ശേഷം പ്രതിപക്ഷ നേതാവായിട്ട് ചിലപ്പോ കുഞ്ഞാപ്പയെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന് പ്രതികരിക്കണം. ദയവ് ചെയ്ത് വെറുപ്പിക്കരുത്. ആരെങ്കിലും പറഞ്ഞോ നിർബന്ധപൂർവ്വം കേട്ടുകൊണ്ടിരിക്കാനായിട്ട്? അല്പം മെഴുക്കി കഞ്ഞി എടുക്കട്ടെ. നിജാസ് റഫീഖ്, ഞാൻ അതിന് ഇതിലൂടെ മറുപടി പറഞ്ഞാൽ ചിലപ്പോ നിജാസിന് താങ്ങാതെ പോകും. നേരിട്ട് കാണുമ്പോൾ നിജാസിന് ആ മറുപടി പറയുന്നതാണ് നല്ലത്. കാര്യം അത് ഉണ്ടാക്കുന്ന ഡാമേജ് നിജാസിന് തന്നെ ചിലപ്പോൾ വലുതായിരിക്കും. കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിജാസിന് ഇപ്പോ കഞ്ഞി എടുക്കാനോ ഈ സന്ദർഭത്തിലൊക്കെ എടുത്തു കൊടുക്കാനോ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ 2021 കാലഘട്ടത്തിൽ നിജാസ് കുറെ കഞ്ഞി എടുത്ത് മെഴുകിയത് നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പിന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ പ്രതികരിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വരാജ് ജയിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. ഒരു സംശയവുമില്ല, സ്വരാജ് ജയിക്കണം. സ്വരാജ് പരാജയപ്പെട്ടതിൽ ഒരു നിരാശയില്ലെന്ന് ചോദിച്ചാൽ നിരാശയുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്, സ്വരാജിനെ പോലൊരു വ്യക്തി രാഷ്ട്രീയ കേരളം അർഹിക്കുന്നത് തന്നെയാണ്. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ജാതിയാണ്, മതമാണ്, വീടാന്തരം കയറി ഇപ്പോ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ജാതിയും മതവും പറഞ്ഞ് ഇപ്പോ സതീശൻ പറഞ്ഞ വാചകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു തവണത്തേക്ക് ഞങ്ങളെ സഹായിക്കൂ എന്നുള്ളതാണ്. അല്ലാതെ മതേതരത്വം പറഞ്ഞാണോ വോട്ട് നേടിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വീടാന്തരം കയറി ജാതിയും മതവും തിരിച്ചുള്ള വർത്തമാനത്തിനപ്പുറം കോൺഗ്രസ് എന്ത് പറഞ്ഞായിരിക്കണം വോട്ട് നേടിയിട്ടുള്ളത്? ഇപ്പോ പന്നിക്കണി കൊണ്ടൊരു കോൺഗ്രസ്സുകാരൻ വെച്ചിട്ട് അത് പ്രശ്നം ഈ സർക്കാരാണെന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയില്ലേ? ആ ജീവനെടുത്തതിന്റെ ഉത്തരവാദിത്തം അവർക്കുള്ളതാണ് എന്ന് പോലും അവർ ഉൾക്കൊള്ളാതെ അതൊരു പൊളിറ്റിക്കൽ മർഡറാണെന്ന് പറയാൻ വേണ്ടി ഇവർ തയ്യാറായെടുത്ത് ഇവരെന്താണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വരാജ് പരാജയപ്പെട്ടതിൽ വലിയ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. പക്ഷേ അത് ഇടതുപക്ഷത്തിന്റെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് 2026 സതീശ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷയിൽ മനക്കോട്ട കെട്ടിയിരിക്കുന്നവരടുത്ത് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് 2026 മെയ് കഴിയുന്നത് വരെ അത് സ്വപ്നം കാണാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ചേലക്കര അങ്ങ് വളരെ വിദഗ്ധമായി നിങ്ങൾ അങ്ങ് വിഴുങ്ങിയിട്ട് നിങ്ങൾ തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും പറഞ്ഞിട്ട് ഇപ്പോ നിലമ്പൂരും കൂടി പറഞ്ഞിട്ട് സ്വന്തം സിറ്റിംഗ് സീറ്റുകൾ 50 വർഷം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അല്ലാതെ വേറെ ആരും ജയിച്ചിട്ടില്ല. അയാൾ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി ഒരു പരിണിതപ്രജ്ഞനായ വ്യക്തിയാണ്, അദ്ദേഹത്തെ ആക്ഷേപിച്ചതല്ല. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് പ്രത്യേക ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ തന്നെ തീർത്ഥാടന ഘോഷയാത്രകൾ നടത്തി ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്ത് ഇതാ ഉമ്മൻചാണ്ടി വികാരമാണെന്നുള്ള നിലയ്ക്ക് ചാണ്ടി ഉമ്മനെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് മകനെ അടുത്ത MLA ആക്കി. ഒരു ഉപതെരഞ്ഞെടുപ്പിലെ നേട്ടമാണ്. മറ്റൊന്ന് PT തോമസ് എന്നുള്ള അവരുടെ ഒരു MLA സിറ്റിംഗ് ആണ്. അദ്ദേഹത്തിന് അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി.
കുടുംബത്തിന്ന് ഭാര്യയെ കൊണ്ടുവന്ന് രംഗത്തിറക്കി സഹതാപം സൃഷ്ടിച്ചുകൊണ്ടും സമൂഹത്തിൽ മുഴുവൻ PT ഒരു പാട്ടിട്ട് വിജയിപ്പിച്ചതാണ് മറ്റൊരു രാഷ്ട്രീയ നേട്ടം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ പറയാൻ പാടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇതൊക്കെ UDF വലിയ നേട്ടം പോലെയാണ് പറയുന്നത്. പിന്നീട് പാലക്കാട് ഷാഫിക്കും ലീഗിനും വേണ്ടി ഷാഫിയെ മത്സരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി ഷാഫിയെ മത്സരിപ്പിച്ചു? മുസ്ലിം ലീഗിന് 5 സീറ്റ് മത്സരിക്കാൻ കൊടുക്കണമെന്നുള്ള നിർബന്ധം പിടിക്കുകയാണ്. 5 ആണോ 4 ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെ 4ാമത്തെ സീറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയില്ല, അതുകൊണ്ട് 3ാമത്തെ സീറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയില്ല, അതിന് പകരമായിട്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാം. വടകരയിലേക്ക് ഷാഫിയെ രാജിവെപ്പിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ എന്താണ് കാണിച്ചത്? രാഷ്ട്രീയ കൺസോൾട്ടേഷൻ കാണിച്ചില്ല എന്നുള്ള തോന്നിവാസം നിങ്ങൾക്ക് പറയാം. പക്ഷേ വീട് വീടാന്തരം കയറി ഇറങ്ങി SDPയെയും ജമാഅത്ത് ഇസ്ലാമിയെയും പിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ വർഗീയ പ്രചരണം വലിയ വിജയമുണ്ടാക്കിച്ചു. പക്ഷെ ആ വിജയമൊക്കെ അത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഈ കൺസോൾട്ടേഷൻ വിജയം നേടിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാടിന്റെ മതേതരത്വത്തെ ബലി കഴിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വിജയം മാത്രമാണ് അവിടെ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പരാജയമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിജയം വേണ്ട എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ടുള്ള നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്, പാലക്കാടും തൃക്കാക്കരയും പുതുപ്പള്ളിയും ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച കാര്യം പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചേലക്കരയെ കുറിച്ച് സംസാരിക്കാറില്ല. അതെന്തുകൊണ്ടാണ് ചേലക്കരയിൽ നിങ്ങൾ വിജയിക്കാതെ പോയത്? CPMന്റെ ഔദ്യോഗിക ഒരു പാർട്ടി അല്ലെങ്കിൽ CPMന്റെ ഔദ്യോഗിക കാൻഡിഡേറ്റ് മത്സരിക്കുന്ന സീറ്റാണ്. ആ സീറ്റിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് വിജയിക്കാൻ കഴിയാത്തിടത്തേക്ക് ഇപ്പോ അവിടെ നിന്ന് K രാധാകൃഷ്ണൻ രാജിവെച്ചിടത്തേക്ക് വീണ്ടും വിജയിച്ചു കയറിയപ്പോൾ ആ തെരഞ്ഞെടുപ്പ് നമുക്കൊരു പ്രശ്നമല്ല, അവിടെ ഭൂരിപക്ഷം കുറച്ചു എന്നൊരു കഥയുണ്ടാക്കി നിങ്ങൾ രക്ഷപ്പെടുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ പറയാൻ വേണ്ടി ഇതുപോലുള്ള കഥകൾ മെനയാം, അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൊണ്ട് കുറച്ചുപേരെ മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കാം. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് 2021 തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിലും ഇതുപോലെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ട് എന്നുള്ള പ്രചരണം ഇവിടത്തെ മാധ്യമങ്ങളും കോൺഗ്രസുകാരും ചർച്ച ചെയ്തിരുന്നു. തലേ ദിവസം വരെ പലതരത്തിലുള്ള സർവേ നടത്തിയിട്ട് ഇടതുപക്ഷത്തിന് അധികാരം കിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? അതാണ് ചരിത്രം. അത് മാത്രമാണ് ചരിത്രം. അത് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. 91 സീറ്റിൽ നിന്ന് 99ലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു സീറ്റ് കുറയാണ്, 98. ആ 98 ഒരിക്കലും ഈ മുന്നണിയുടെ ഭാഗമായിരുന്നില്ല. നിങ്ങളിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന ഒരാളെ നിർത്തി വിജയിപ്പിച്ചത് തിരിച്ച് നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നു. ആ സീറ്റ് അതുകൊണ്ട് തിരിച്ചു പിടിച്ചു. അതിനെ നിങ്ങൾക്ക് പുതിയ രാഷ്ട്രീയ ഇതിവൃത്തങ്ങൾ തെളിയിക്കാം. പക്ഷെ അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം തകർന്നു പോയെന്ന് പറഞ്ഞാൽ അതിനുത്തരമാണ് നിലമ്പൂരിൽ നിന്ന് പിടിച്ചെടുത്ത 65,061 വോട്ടെന്ന് നിസ്സംശയം പറയുകയാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യമില്ല, അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും തകർന്നു പോയെന്നോ അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് ഊർജം വന്നതുകൊണ്ട് ഇടതുപക്ഷക്കാരുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം തകർന്നു എന്നല്ല. തോറ്റതിനെ തോറ്റു എന്ന് തന്നെ പറയും. അല്ലാതെ ചേലക്കരയെ കുറിച്ച് മിണ്ടാതെ ജയിച്ചതിനെ കുറിച്ച് മാത്രം പറയുന്നവരെക്കാൾ അപ്പുറം തോറ്റതിനെയും ജയിച്ചതിനെയും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ പോരാടാൻ വന്നു, പോരാടി, അവിടെ ഞങ്ങൾക്ക് ബേസ്മെന്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. 4 പതിറ്റാണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ കുത്തകയായിരുന്നത് നിങ്ങൾക്ക് മകനെ പുതിയൊരു കുടുംബ പാരമ്പര്യം കൂടി അവിടെ രചിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യം വിസ്മരിക്കരുതെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അഭിപ്രായം. അത് ഇടതുപക്ഷക്കാരോട് പറയാനുള്ളത്, ഒരിക്കലും മാനസികമായി തകരേണ്ടതല്ല, ഊർജ്ജസ്വലമായി ഉണരേണ്ടതാണ്. ഇത്തരം പ്രതിസന്ധികളെ കൂടി നേരിടേണ്ട കാലഘട്ടമാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയുക. ഇമാതിരിയുള്ള ചില നാടകങ്ങളും നെറുകെട്ട കളികളുമാണ് വരും കാലങ്ങളിൽ കാത്തിരിക്കുന്നത്. അതിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു സാമ്പിൾ ഡോസ് ആയിട്ട് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട സന്ദർഭമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പല പ്രതികരണങ്ങൾ ഇതിൽ വരുന്നത് കണ്ടു. പിണറായി ദുർഭരണം, ജനം വിധി എഴുതി. സമീർ, ഓക്കെ, സമീറിന്റെ അഭിപ്രായമാണ്, അതിലൊന്നും യാതൊരു കാര്യമില്ല. അടിമക്കമ്മി തോറ്റാൽ അംഗീകരിക്കൂ. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ എന്താ നിങ്ങൾ സമ്മതിക്കാത്ത? 2021 തോറ്റ് നിങ്ങൾ എന്താ അംഗീകരിക്കാത്ത? നിങ്ങൾ ഇതെല്ലാം അംഗീകരിച്ചു വെച്ചുകൊണ്ടാണ് വർത്താനം പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളില്ല, പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഒരു പഞ്ചായത്ത് പോലും ലീഡില്ല യുവതുർക്കിക്ക്. ഒന്ന് ആ ഇലക്ഷന്റെ ലാസ്റ്റ് വന്ന എടുത്തു നോക്കണം, ഏറ്റവും കരുവായി ആണെന്ന് തോന്നുന്നു. ഒരു പഞ്ചായത്തിൽ ലീഡുണ്ട്. ലീഡ് കുറഞ്ഞു പോയെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഒരു കാര്യം മാത്രം സമീർ ചിന്തിച്ചാൽ മതി. നിലമ്പൂരിൽ തോറ്റ വ്യക്തി ആരാണ്? ആര്യാടൻ ഷൗക്കത്ത്. അന്ന് ഇതുപോലെ ഒരു പഞ്ചായത്തിന് ലീഡില്ലാത്ത വ്യക്തി, അതും ഈ PV അൻവറിനോട് തോറ്റത് 2016. അന്ന് ഇതുപോലെ സമീർ എടുത്ത് വെച്ചിട്ടൊന്ന് നോക്കണം ഏതൊക്കെ പഞ്ചായത്തിൽ
നമ്മുടെ ഷൗക്കത്ത് ലീഡ് ചെയ്തു എന്നുള്ള കാര്യം. തോക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ സ്വന്തം പഞ്ചായത്തിൽ വരെ പുറത്തു പോകുന്നതൊക്കെ സ്വാഭാവികം. പക്ഷെ ജയിക്കുന്ന സന്ദർഭത്തിൽ കൂടി നിങ്ങൾക്കിത് കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും ഒട്ടും ബാക്ക് ഫുട്ടിലല്ല, ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് തന്നെ പോരാടും. സ്വരാജിന്റെ ആ വിജയവും സ്വരാജ് അവിടെ മത്സരിക്കാൻ വന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ മെഷീനറികൾക്കുണ്ടായിട്ടുള്ള ആ ഊർജം അത് ചെറുതല്ല. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നേടിയെടുത്തതിനെ വില കുറച്ച് കാണുന്നില്ല. അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. നിയമസഭാ സാമാജികനായിട്ട് ഇനിയുള്ള ചുരുക്ക കാലഘട്ടത്തിൽ മികച്ച രീതിയിൽ ജനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. തോൽവിയാണ്. ന്യായീകരണ ക്യാപ്സ്യൂൾ കൊണ്ട് കാര്യമില്ല. തോൽവി സമ്മതിക്കുക ജനാധിപത്യ വിശ്വാസികളുടെ രീതി. അത് ആരാണ് പറഞ്ഞത് മിസ്റ്റർ മനോജ്? നിങ്ങളൊന്ന് മൊത്തത്തിൽ കേട്ടു നോക്കുക, ആരാ അംഗീകരിക്കാത്തതെന്ന്. തോൽവി ജനമാണ് തീരുമാനിക്കുന്നത്. ജനാധിപത്യം എന്നാണ് പറയുന്നത്. ജനങ്ങൾ ആധിപത്യമുള്ള ഒരു നാടാണ്. അവരാണ് എന്ത് ചെയ്യുന്നത് ഈ നാട്ടിൽ, ആരവരെ ഭരിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ചിലർക്ക് ഒരു പ്രത്യേക തരത്തിൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ജാതി മതമൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് വളരെ ശക്തമായിട്ട് വിയോജിക്കാനുള്ളത്. അവിടെ അവരുടെ സ്വതന്ത്രമായ തീരുമാനത്തെ മറ്റു പല ഇല്ലാ കഥകളും കൊണ്ടുപോയി പറഞ്ഞ് തെറ്റിപ്പിക്കുന്നിടത്ത് മനോജ് പറഞ്ഞ ആ ഒരു വാചകത്തോട് വിയോജിക്കാനുള്ള കാര്യം അത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബ്ദുൾ റഹീം 24 മണിക്കൂറിൽ ചില വായ പോയ കോടാലികളുടെ അനാവശ്യ ഇന്റർവ്യൂ മേലിലെങ്കിലും ശ്രദ്ധിക്കണം. നിന്നെ പോലത്തെ അതൊക്കെ ഓരോരുത്തരുടെ. മുഹമ്മദ് കെ, നിന്നെ പോലത്തെ ചെറ്റകൾ വാതുറന്നപ്പോൾ തന്നെ സ്വരാജിന്റെ തോൽവി. മുഹമ്മദ് ഈ പറഞ്ഞ പോലെ തന്നെ മറുപടി പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല. പിന്നെ മുഹമ്മദ് പഠിച്ച സംസ്കാരമല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശരിയായ ഭാഷയിൽ പറയാൻ പറ്റും. ഈ തോറ്റയിടങ്ങളിലൊക്കെ 2021 91 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് പോയ സന്ദർഭത്തിൽ മുഹമ്മദ് കെ പോലുള്ളവർ ആ ഉപയോഗിച്ച വാച ഉപയോഗിക്കുന്നില്ല. അന്ന് ഇതുപോലെ UDF വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നോ എന്നുള്ള കാര്യം മാത്രമേ അങ്ങോട്ടേക്ക് ചോദിക്കാനുള്ളൂ. അതിനപ്പുറത്തേക്ക് കൂടുതൽ മറുപടികൾ പറയാൻ അറിയാഞ്ഞിട്ടല്ല. നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ ഇരിക്കുമ്പോഴും പറയുന്ന വാക്കുകളെ സംബന്ധിച്ചൊക്കെ കുറച്ച് സൂക്ഷ്മത പാലിക്കണമെന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത്. രമേശ് തോറ്റവനെ വീണ്ടും തോൽപ്പിച്ചു. ആയിക്കോട്ടെ, അത് തോൽപ്പിച്ചു എന്നുള്ള രീതിയിൽ രമേശിന് തോന്നിയിട്ടുണ്ടെങ്കിൽ രമേശിന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. പിന്നെ സച്ചിൻ എ ബില്യൺ ഡ്രീംസ്, പലപ്പോഴും കിടന്ന് മെഴുകാതെ ഞാനേ സച്ചിനെ അത് വായിക്കാൻ എനിക്ക് മടിയില്ലാഞ്ഞിട്ടല്ല, കേട്ടോണ്ടിരിക്കുന്നവർ എന്റെ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പിന്നെ ഈ ഒളിഞ്ഞിരുന്നിട്ടൊക്കെ ഈ പറയാനുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു എല്ലില്ലാത്ത നാവുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏത് തൈര് ആയിട്ടുള്ള വ്യക്തിക്കും എന്ത് പറയാം, ഇതുപോലുള്ള വാക്കുകൾ പറയാം. അതിന് എല്ലില്ലാത്ത നാവും ആശയവും ഒന്നും വേണ്ട, ഇതങ്ങ് ഡയലോഗ് അടിച്ച് വിട്ടാൽ മതി. ഇതുപോലെയൊക്കെ ഇരുന്ന് പറയാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്താനെന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറച്ച് പണിയുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തോൽക്കുന്നിടത്ത് മാത്രമാണ്. അതായത് ഏതൊരു മത്സരത്തിലും അതിനോടൊപ്പം പങ്കാളിയാകുന്നവനും അതിനോടൊപ്പം ഒരു വീറുറ്റ പോരാട്ടത്തിന് മനസ്സുള്ളവനെ തോൽക്കുള്ളൂ. തോൽക്കുമെന്ന് ഭയപ്പെട്ട് മാറി നിൽക്കലല്ല ഒരു യഥാർത്ഥ പോരാളി ചെയ്യേണ്ടത്. തോറ്റിരിക്കും, അത് സ്വാഭാവികമാണ്, ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അയാൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അതിനോട് എങ്ങനെ നേരിടുന്നു, പോരാടുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അതിന് മുൻകൂട്ടി ഓരോ കഥകളൊന്നും രചിച്ചു വെക്കാറില്ല. ജയിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് പോരാടിയത്, ഒരു സംശയവുമില്ല. അക്കാര്യത്തിൽ കാലിടറി വീണതുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ആ വിജയം ഞങ്ങളുടെ എല്ലാം തകർന്നുപോയി, തരിപ്പണമായി പോയി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്ക് മുന്നിൽ മാത്രമാണ് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തായാലും ഇടതുപക്ഷ പ്രവർത്തകർ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ കമോൺ ചില്ലപ്പ് എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേണമെന്ന് നമ്മൾക്ക് കൂടെ നിന്നൊരാൾ കാലുവാരി ക്ഷമിക്കണം, ഒരു കോളൊന്നും കൂടെ നിന്നൊരാൾ കാലുവാരി, അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നെയ്യാറ്റിൻകര കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നെയ്യാറ്റിൻകരയിൽ സെൽവരാജ് എന്ന് പറയുന്ന ഒരു MLA ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നു. ആ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ പിറവത്ത് TM ജേക്കബ് മരിച്ച സന്ദർഭത്തിൽ ആ ഒരു സീറ്റ് കുറഞ്ഞപ്പോൾ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വല്ലാതെ ഭയപ്പെടുന്ന സാഹചര്യത്തിൽ
തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ച സെൽവരാജ് എന്ന് പറയുന്ന വ്യക്തിയെ ചാടിച്ചു. രാഖി രാമാനോ ഒരു കാരണവുമില്ലാതെ ഇടതുപക്ഷത്ത് നിന്ന് കൂറുമാറി നേരെ രാജിവെച്ച് കൂറുമാറി PC ജോർജിന്റെ ചാക്കിലൂടെ നേരെ UDFന്റെ പക്കൽ ചെന്നു. ഇന്നിപ്പോ 2025 നമ്മൾ സംസാരിക്കുമ്പോൾ അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 2014 സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അതും അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭാഗമായിരുന്ന MLA ആണ് R സെൽവരാജ്. ഇന്ന് 2025 നമ്മൾ സംസാരിക്കുമ്പോൾ അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും UDF കോട്ടയിൽ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതുപോലെ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് പാലം വലിച്ചു പോയിട്ടുള്ള വ്യക്തി UDFന്റെ ഭാഗമായി വിജയിച്ചൊരു ചരിത്രമുണ്ട്. ഇന്നിപ്പോ 2025 നമ്മൾ സംസാരിക്കുമ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. 2016 ഒരു തെരഞ്ഞെടുപ്പ് വന്നിരുന്നു, 2021 2 തെരഞ്ഞെടുപ്പ് വന്നു. ഈ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ എവിടെയാണ് സെൽവരാജ് എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ചിലർക്കൊക്കെ പലതിനും ഉത്തരം കിട്ടും. അതുകൊണ്ട് ചിലർ ഒപ്പം നിന്ന് അതിന്റെ ഭാഗമായിട്ട് വിജയിച്ചിരുന്നു. അവർ കാലുവാരി ആ സീറ്റിനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുകൊടുത്താൽ അതോടുകൂടി അവിടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവർക്കുള്ള മറുപടിയാണ് 2014 നെയ്യാറ്റിൻകര എന്ന് പറയുകയാണ്. ഇന്നിപ്പോ നെയ്യാറ്റിൻകരയിൽ ആൻസലൻ എന്നുള്ളൊരു ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ തന്നെ MLA ഉണ്ട്. അന്ന് ആൻസലനാണ് അദ്ദേഹത്തോട് സെൽവരാജ് UDF പാളയത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിനോട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റത്. അതോടുകൂടി അന്ന് UDFകാർ പറഞ്ഞത് ഇവിടെ CPM അവസാനിച്ചു എന്നാണ്. നെയ്യാറ്റിൻകരയിലെ CPM അവസാനിച്ചോ അതോ കോൺഗ്രസ് അവസാനിച്ചോ എന്ന് 14 കോൺസ്റ്റിറ്റ്യുവൻസികളുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഏക ഒരു MLA മാത്രമാണുള്ളത്. അറിയാലോ, M വിൻസെന്റ് എന്ന നേമത്തെ MLA, BJPക്കാർ നിയമമല്ല കോവളത്തെ MLA. അദ്ദേഹത്തെ കൈപിടിച്ചത് BJPക്കാരെല്ലാം കൂടി ആയിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥയെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. എന്തായാലും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വേക്കപ്പ് കോളാണ്. ഒരു പോരാട്ടത്തിൽ തകർന്ന് തരിപ്പണമായെങ്കിൽ ഉണ്ടാകാവുന്ന ആത്മവിശ്വാസ നഷ്ടം അതൊന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ആ മണ്ഡലത്തിൽ ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ അവർ മെജോറിറ്റിയാണ്. ആ മെജോറിറ്റി ആയിട്ടുള്ളവർ ആ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചു കയറി. ഒപ്പം നിന്നാൾ മാറി നിന്ന് 19,000 വോട്ട് നേടി. ആ ഒരു തിരിച്ചടിയാണ് കേരളമെന്ന് ചിലർ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് സമാധാനിച്ചോട്ടെ. അവരോടെല്ലാം പറയാനുള്ള വാചകം നിലമ്പൂരല്ല കേരളമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് പിന്നെ കാണാം.